നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കാര്യക്കാരെത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ, അടുത്ത സ്കിറ്റ് അല്ല, ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഐറ്റം വേറെ എന്ന് പറഞ്ഞ നമ്മുടെ പരിപാടിയുടെ ഐറ്റം വേറയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വെറൈറ്റി ഐറ്റങ്ങളൂടെ വരണമല്ലോ. വേണം. ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റാർ ആണ് വരാൻ പോകുന്നത്. അതായത് റീൽസ് ഒക്കെ മില്യൺസ് ആണ്. ആള് ക്യാപ്സ്യൂൾ ഒരു പൊടിക്കാച്ചി സൈസേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴേ താളബോധം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അത് ഓരോ റീൽസിലും അങ്ങനെയാണ്. ഇൻസ്റ്റാഗ്രാം സൂപ്പർ സ്റ്റാർ ആയ ആയിഷിനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ആയിഷിനെയും ആയിഷിന്റെ അമ്മ ഐശ്വര്യയും രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ഹലോ 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 ഹലോ. എന്തൊക്കെയുണ്ട് ആയുഷ് വിശേഷങ്ങൾ? ആയുഷ്മോൻ സുഖമാണോ? സുഖമാണ്, ഞങ്ങക്ക് സുഖമാണ്. ആയുഷ്മോന് സുഖമാണോ? ആണോ? ഇപ്പൊ ഭയങ്കര സ്റ്റാർ ആണല്ലോ. അത് എങ്ങനെയാ സ്റ്റാർ ആയേ? ഒക്കെ ആരോട് ചോദിക്കാൻ? ഹലോ, നമസ്കാരം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ്, ചില കുറെ പേർക്കൊക്കെ ആയുഷ്മോനെ ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ കാണുന്നത്. അപ്പൊ എന്താണ് ആയുഷ്മോൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തത്? എന്താണ് ആയുഷ്മോൻ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുമോ? അവനോട് ടാറ്റ അതിനിടയിൽ ഫാൻസിനെ അത് മറ്റേ സൂപ്പർ സ്റ്റാർ ആണല്ലോ, അപ്പൊ ഇങ്ങനെ ടാറ്റ കൊടുത്ത് ശീലിക്കപ്പോഴേ. അതെ, ജീവ ഡാൻസ് ഓടല്ലേ. ഓക്കെ, ഞങ്ങള് ഏത് പാട്ട് പാടിയാലും അതിനനുസരിച്ച് ചെണ്ട കൊട്ടും, താളം പിടിക്കും. ഏത് പാട്ട് പാടിയാലും അതിനനുസരിച്ച് താളം പിടിക്കും. വെരി ഗുഡ്. 2.5 വയസ്സ് തൊട്ട് കൊട്ടാൻ തുടങ്ങിയതാണ്. 2.5 വയസ്സിൽ നമ്മൾ തുടങ്ങിയത് ചെറുതായിട്ടൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ എല്ലാത്തിലും താളം പിടിക്കും. വീട് എവിടെയാന്ന് പറഞ്ഞ? വീട് കൊല്ലം കുണ്ടറ. അപ്പൊ നമുക്ക് ആയുഷിന്റെ പെർഫോമൻസിലേക്ക്. ഐശ്വര്യ പാടുന്നു, ആയുഷ് കൊട്ടുന്നു. ഓക്കെ, റെഡി ആയുഷ്? കനന ഛായയിൽ അടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടു മലാളെ കനന ഛായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അടിപൊളി. ഓ, കലക്കി. ആയുഷ്മാനോട് നല്ല കൈ കൊടുത്ത്. ഇനിയുണ്ടോ പാട്ട്? ഓക്കെ. ഈ എളവത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത മുറിച്ചു മുള്ളു നീ പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ കള്ള നോട്ടം കണ്ടേ. കിണ്ടൽ കൊണ്ട് ഞാൻ അത് കുറ്റമാക്കല്ലേ. കടക്കണ്ണിനൊരു തിളക്കം കണ്ടിടി കരുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിക്കുള്ളില് വലിച്ചു മതിരി കുടുങ്ങി പോയിടി ഞാൻ. അടിപൊളി. ആയുഷ്മാൻ ഒരു വലിയ കൈഡി. ഞങ്ങളൊരു പാട്ട് പാടിയാൽ മോൻ കൊട്ടുവോ? കൊട്ടും. മോനെ ഇവിടുന്ന് ഇങ്ങോട്ട് താങ്കൾ ചോദിച്ചൊരു കാര്യം. അങ്കിള് പാടിയാ കൊട്ടാവോ? ആര് പാടിയാലും ഞാൻ കൊട്ടും. അങ്കിളിനോട് പാടിക്കോളാൻ പറഞ്ഞു. പാടട്ടെ എന്നാ കൊട്ടെ. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാം. ഞാനും വരാം തൃശൂർ പൂരം കാണാം. കുടിമരത്തിലൊന്ന് കാണണം, കുടിമരത്തേലൊന്ന് കയറണം. പൂരമനിക്കൊന്ന് കാണണം കാന്ത, പൂരമനിക്കൊന്ന് കാണണം കാന്ത, പൂരമനിക്കൊന്ന് കാണണം കാന്ത, പൂരമനിക്കൊന്ന് കാണണം കാന്ത, വിലയെനിക്കൊന്ന് കൊട്ടണം കാന്ത, വിലയെനിക്കൊന്ന് കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശൂർ
പൂരം കാണാൻ എന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഓയ്, അടിപൊളി അടിപൊളി. അയ്യോ ആയുഷ്മാൻ അടിപൊളി, ഒരു നല്ല കൈഡി. അടിപൊളി അല്ലേ? ഓ, ഒരു രക്ഷയില്ല. ആദ്യത്തെ 2 പാട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം. ഒരു അമ്മ പ്ലാൻ ചെയ്ത് വന്നതാണ്. ആക്ടിങ് ആണ്. അതെ, അതെ. ഇതും കറക്റ്റ് അതവൻ സ്റ്റാർട്ട് ചെയ്തതോ കറക്റ്റായിരുന്നു. അല്ല, ഇനി ഇത് ഈ പാട്ട മാത്രമല്ല ചെണ്ട ഉപയോഗിക്കും. പിന്നെ 10-24 വയസ്സായിട്ട് നമുക്ക് ഇതുവരെ കലാബോധം, എനിക്ക് ഇതുവരെ കലാബോധം വന്നിട്ടില്ല. നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അല്ല അതാണ് ഞാൻ എന്താ പറഞ്ഞേ, 24 വയസ്സായിട്ട് വന്നിട്ടില്ലേ. അപ്പൊ നമുക്ക് മോനെ ചെണ്ട എടുക്കട്ടെ, ചെണ്ട എടുക്കട്ടെ, ചെണ്ട. ആ മധുര കരിമേ മലർത്തേനെ മദന കുഴമേ ഒന്നു വന്നാട്ടെ എല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനി മധുര കരിമ്പേ മലത്തേനെ മദന കുഴമേ ഒന്നു വന്നാട്ടെ എല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ മാനി മധുര കരിമ്പേ മലത്തേനെ മദന കുഴമേ. ഓ വാ വാ, അടിപൊളി അടിപൊളി അടിപൊളി. ഒരു പാട്ട് കൂടെ ഉണ്ടല്ലേ? ഇല്ലിമുളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ കല്ലുമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 ഇല്ലിമുളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ കല്ലുമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ 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 തെന്നലേ. അടിപൊളി അടിപൊളി. ആയുഷ്മാൻ ഒരു നല്ല കൈഡി. ഉഗ്രൻ അല്ലേ? ഗംഭീരം ഗംഭീരം. അടിപൊളി. അല്ലാതെ ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അവനെ ഇനി ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ആരും വേണ്ട, അവൻ തന്നെ യാത്ര ചെയ്തോളൂ ആ വഴിയിലൂടെ. അല്ല, അവന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുക. ഐശ്വര്യ, ഇതൊരു വലിയ അത്ഭുതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 3 വയസ്സിൽ ആ സ്റ്റിക്ക് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ അവൻ നമുക്കറിയാം അവനത് എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം അവനത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്, ഒരു അത്ഭുതമാണ്. ഇനി ഒരുപാട് ദൈവാനുഗ്രഹം അവൻ ഉണ്ടാവട്ടെ. അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാവുമെന്നറിയാം, എന്നാലും ഗംഭീരമാണ് കേട്ടോ അവൻ ചെറുക്കാൻ. അല്ല തന്നെയല്ല ഷാദനെ, ഏറ്റവും വലിയ നമ്മൾ കാണണ്ടേ മറ്റേ നമ്മൾ ഈ ചെണ്ടയുടെ കോല് പിടിക്കുന്നത് തന്നെ പ്രൊഫഷണൽ ആൾക്കാർ ചെണ്ട പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കാര്യം ആ പിടിക്കുന്നത് തന്നെ പ്രൊഫഷണൽ ആൾക്കാർ. നമ്മളത് അവന് ഇതേണക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു 2.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതേണക്ക് കൊണ്ടുവന്ന് തുടങ്ങി വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയിട്ടില്ല. അവന് അറിവായി തുടങ്ങിയിട്ട് കൊണ്ടു ചെല്ലാന്ന് കരുതിയിട്ട് പിന്നെ തുടങ്ങിയിട്ടില്ല. ആ ഗ്യാപ്പിൽ എന്നോട് കൊട്ടട്ടെ. ലോകം അറിയപ്പെടുന്ന ഒരു ഗംഭീര കലാകാരനായിട്ട് അവൻ മാറും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമുക്ക് ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും കലാകാരനെ ചെറുതിലേ നമുക്ക് കിട്ടിയല്ലോ. അതെ അതെ. നാളെ പറയാൻ പറ്റത്തില്ല, ലോകം അറിയപ്പെടാൻ പോകുന്ന മഹേന്ദ്ര ബാഹുബലി. ചെണ്ട പഠിപ്പിക്കണം അവനെ കേട്ടോ. അതെ, ഇതായിട്ട് പഠിപ്പിക്കണം. കാര്യം ഉണ്ടെന്നല്ല, അവന് എല്ലാം ഇഷ്ടമാണ്. ഇതേണക്ക് ചെറിയൊരു കമ്പെടുത്ത് വെച്ചിട്ട് കോലായിട്ട് ഗിത്താർ വായിക്കലാണ് ഇപ്പൊ പരിപാടി. ഈ ഇതേപോലെ ഇൻസ്ട്രുമെന്റ്സിനാണ് കൂടുതൽ താല്പര്യം. ഹൃദയത്തിനോടാണ് അതെ അതെ, എല്ലാം പഠിപ്പിക്കുക. എന്നിട്ട് ആൾക്കാർ കേൾക്കുമ്പോൾ പറയണം ഇത് ഐറ്റം വേറെ. അല്ല, ഭാവിയിലെ നല്ലൊരു ശിവമണി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആയുഷ്മാനും ഐശ്വര്യക്കും നല്ലൊരു കൈഡി. അപ്പൊ താങ്ക് യു. കൈ തരുന്നു. താങ്ക് യു. ടാറ്റ. ഫ്ലൈങ് കിസ് ഞാൻ കൂടെ വേണം. കൊടുത്തോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡിയാണ്. വേഗം വിളിക്ക്. മനു കുമാരിയുണ്ട്, പ്രസാദനുണ്ട്, അഭിജിത്ത്. 3 പേർക്ക് സ്വാഗതം. ഈ വരുന്നവരാണ് പുഷ്പലതയും രാജനും. ഒരു കാലത്ത് ഇവർ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. ഈ കാണുന്ന കോഴിക്കടയായിരുന്നു രണ്ടുപേരുടെയും ഉപജീവന മാർഗം. തങ്ങളുടേതായ കാരണത്താൽ വിവാഹബന്ധം വേർപിരിഞ്ഞു. പിരിഞ്ഞതിനു ശേഷം രാജൻ പുഷ്പലതയ്ക്കെതിരായി ഈ കാണുന്ന ബീഫ് സ്റ്റാൾ തുടങ്ങി. ബന്ധം വേർപെട്ടെങ്കിലും പ്രശ്നങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശേഷം
കാഴ്ചയിൽ. വാ 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 കോഴിയെ 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 വാ 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 പോത്തേ 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 കോഴിയെ പോത്തേ. ഞാൻ എന്റെ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക ഇവിടെ. പിന്നെ ഞാനിവിടെ പുട്ടവിച്ചോണ്ടിരിക്കല്ലേ, ഞങ്ങളും എന്റെ ബിസിനസ് നടത്തുന്നത്. കോഴിയെ പോത്തേ കോഴിയെ പോത്തേ. ആ വാ വാ ഇന്ന് 108 ഇന്ന് 108 ഇന്ന് 108. വാ 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 ഇവിടെ കോഴി കഴിച്ചാൽ എല്ലാവരും ഇത് 108 ആംബുലൻസ് കയറി ആശുപത്രിയിൽ പോവാം. വാ 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 പോത്ത് 350 പോത്ത് 350. കണ്ടാ 350 പോത്തിന്റെ വിലയുള്ള നിങ്ങൾക്കും. വാ 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 നല്ല ഫ്രഷ് ചിക്കൻ ഫ്രഷ് ചിക്കൻ ഫ്രഷ് ചിക്കൻ ഫ്രഷ് ചിക്കൻ. നീ രാവിലെ കോഴിയെ പല്ല് തേച്ച് കുളിപ്പിച്ച് ഒരുക്കി വിട്ടാടി ഫ്രഷ് ചിക്കന് വേണ്ടി. ഒരിക്കൽ മാത്രമല്ല ഞാൻ ഡ്രസ്സും ചെയ്യിപ്പിച്ച്. രാവിലെ ചുരിദാറാണോ കോഴിക്ക് ഇട്ട് കൊടുത്തത്? അല്ല ഞാനൊരു ബിക്കിനി ഇട്ടങ്ങ് കൊടുത്ത്. നീ എത്ര ബെക്കിനി ഇട്ട് കൊടുത്താലും ഇനി നിന്റെ കോഴിക്ക് മൊത്തം ഹാർമോണിയം അല്ലടി. ഹാർമോണിയം ഹാർമോണിയം മറ്റേ അസുഖം ഹാർമോണിയം. ഹാർമോണിയം അല്ല ഹോർമോൺ. എന്ത് ഹോർമോൺ ആയിരുന്നാലും ആരോഗ്യമില്ലാത്ത കോഴിയല്ലേടിയാ കിടക്കണത്. ആരോഗ്യമില്ലാത്ത കോഴിയെന്ന്. ഞാൻ എന്റെ കോഴികളെ നാളെ രാവിലെ അങ്ങ് ജിമ്മിൽ വിടാൻ പോവാ. അപ്പൊ ജിമ്മിന് വിടുമ്പം കോഴിയെടുത്ത് പറയണം തൈസും പിൻസിനും വേണ്ടി കളിക്കാൻ പറയണം കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, എന്റെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കി കടയല്ലേ ഇത്? കടയല്ലേ ഇത്? എടി നിന്നെ വശത്താക്കി നിന്റെ അച്ഛനെ പറ്റിച്ചാണ് ഞാൻ ഈ കടയുണ്ടാക്കി. അതുകൊണ്ട് കേസ് കുറയും. വീട്ടിലാണെങ്കിൽ 2 എണ്ണം വളർന്ന് വരുന്ന അറിയാവോ? കോഴിയാണോ? കോഴിയല്ല പോത്ത്. നട്ടുകറ്റി വരുന്നുണ്ട് ഇവിടെ. പുല്ല് നിന്റാണ്. പുള്ളി തിന്നാനല്ലെന്ന്. ഇല്ലേ എന്റെ പിള്ളേർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അഡ്വക്കറ്റ് വരുന്നു. അഡ്വക്കറ്റ് വന്നാൽ എന്നെ മൂക്കി കാറ്റ് കളയും. നിങ്ങളെ മൂക്കി കയറ്റാൻ ഒരാൾ വരുന്നുണ്ട്, നോക്കിക്കോ. ഓടി അയാൾ ഇവിടെ വരും, നിങ്ങളെ മൂക്കി കയറ്റും. ആരാന്ന് അറിയാവോ? മൂക്കുപൊടിയായിരിക്കും. ഇത് പാടുന്നു. ഓടി അവിടെ നിന്ന്. ഹലോ ആരടാ? എടാ ഞാൻ ജോസഫാ. എത്ര ജോസഫേ? ഞാൻ ഇന്നലെ നിന്റെ കട വന്ന് 2 കിലോ ഇറച്ചി മേടിച്ചിട്ട് പോയായിരുന്നോ? ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ അത് 1 കിലോ ഉള്ളു. ഇവിടെ പോടാ അവിടെ. ഞാൻ എന്റെ 2 കിലോ നിനക്ക് തൂക്കി തന്നത്. എന്നെ കൊണ്ടൊന്നും പറയിക്കത്, അത് 1 കിലോ ഉണ്ടായിരുന്നുള്ളു. എടാ നീ എങ്ങനെയാണ് ഇറച്ചി കൊണ്ടുപോയത്? നടന്നു പോയി. അത് പറ. എടാ ഡോക്ടർമാര് വരെ പറഞ്ഞിട്ടില്ലേ നടന്നാ തൂക്കം കുറയൊന്നും. ഇത്ര മണ്ടനാടാ നീ നടക്കാതെ വല്ല ഓട്ടോ വിളിച്ച് വെക്കൂടായിരുന്നോ നിനക്ക്? ശരിയാ, സോറി, എന്റെ തെറ്റാ, ക്ഷമിക്കണം. ആ ശരി ശരി. ഞാനിവിടെ കിടന്ന് വളരെ പ്രയാസത്തിലായിരുന്നടാ. എന്റെ അമ്മക്കുട്ട, എന്നെ നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ചേച്ചിക്കറിയാമോ, കള്ളവണ്ടി കയറി ഞാൻ ആദ്യം കാല് കുത്തിയത് ബോംബെയിലാ. എന്നിട്ട് പൊട്ടിത്തെറിച്ചില്ലേ? അങ്ങനെ ചോദിച്ചേ? അല്ല, കാല് കുത്തിയത് ബോംബെയിലാന്ന് പറഞ്ഞു. ബോംബെ അതായത് മുംബൈ. എന്റെ ചേച്ചി വിളിച്ചു വരുത്തിയ കാര്യം എന്താണെന്ന് പറ. വിളിച്ചു വരുന്ന കാര്യം ഞാനും ഇയാളുമായിട്ട് ഡിവോഴ്സ് ആയിട്ട് 2 വർഷമായി. അത് അളിയനല്ലേ? അളിയൻ പുളിയെന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ. എന്റെ പിള്ളേർക്കാണെങ്കിൽ ഒരു 5 പൈസ ഇപ്പൊ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നില്ല. ഞാൻ പോലീസിനെ വിളിച്ചു, അഡ്വക്കേറ്റിനെ വിളിച്ചു. ഇയാൾ ഒഴിഞ്ഞു പോകത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ഗുണ്ട വന്നാലേ കാര്യം നടക്കുള്ളൂ. സത്യം ചേച്ചി, നല്ല ഒത്ത ഒരു ഗുണ്ടനെ നമുക്ക് വിളിച്ചു വരുത്തണം. അപ്പൊ നീ ഗുണ്ടയല്ലേ? അയ്യോ ഞാൻ ഗുണ്ടയാണ്. അല്ല 916 ഗുണ്ടയാണ് ഞാൻ. നമ്മുടെ അച്ഛന്റെ ഇറച്ചിക്കട വരെ അയാളെ സ്വന്തമാക്കിയിടാ. ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അച്ഛന്റെ ഇറച്ചിയും കൊണ്ട് ഞാൻ ഇനി തിരിച്ചു വരത്തുള്ളൂ. മനസ്സിലായോടാ? അത് നിന്റെ തോട. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഒന്ന് ഈ തോടരെ ഓണർ. കട പൂട്ടിക്കാൻ വന്നതാ ഞാൻ. എടാ ഞാൻ ഇപ്പൊ തുറന്നേ ഉള്ളൂ. കച്ചവടം പോലും നടന്നിട്ടില്ല. വൈകുന്നേരം ആ സൈഡിലോട്ട് നിനക്ക് എന്നെ പൊട്ടാ, നിനക്ക് എന്നെ പൊട്ടാ. എന്താ അല്ല പുള്ളിക്കാരൻ കട തുറന്നത് ഇപ്പൊ പൂട്ടാൻ പറ്റത്തില്ല. വൈകിട്ട് 5 മണിയാകുമ്പോൾ ഞാൻ അതിനാണ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. പിന്നെ നീ ആരാന്നുള്ള കാര്യം അറിയിക്കണം. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോടാ? എടാ നീ അമ്മണിക്കുട്ടായി, എന്റെ അളിയായി, അവളെ സഹോദരൻ. എനിക്ക് അറിഞ്ഞൂടെ? ഞാനിപ്പോ അമ്മണിക്കുട്ടനല്ല. അയ്യോ എനിക്ക് മറന്നു വേളിയാ. ഞാൻ എന്നെ കുഞ്ഞിലേ വിളിക്കുന്ന ഒരു പേരുണ്ട്, നിക്കരമുള്ളി. എടാ നിക്കരമുള്ളി, നിക്കരമുള്ളി. നീ ബോംബെ പോയിട്ട് എത്ര നാളായി ഇടയ്ക്ക് വന്നിട്ട്? പോകരുത്. ബോംബെയിലോട്ട് ചെന്നുടനെ ആദ്യം തന്നെ ഞാൻ എന്റെ അമ്മണിക്കുട്ടനെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞു. എന്നിട്ട് എനിക്ക് പുതിയ പേരിട്ടു. എന്നെ അവര് വിളിക്കുന്നത് എന്തോന്നറിയാമോ? ആദിത്യ ഷെട്ടി. അപ്പൊ രണ്ടാമതായിരിക്കും പാന്റ് ഇട്ടത്. ആദ്യത്തെ ഷട്ടി, രണ്ടാമതല്ലേ പാന്റ് ഇടുന്നത്. അതല്ല, പേരാണ് പറഞ്ഞത്. ആദിത്യ ഷെട്ടി. ഓ അങ്ങനെ. ദേഹമുള്ളവരെന്നെ ബാബ എന്ന് വിളിക്കും. വിളിക്കുമ്പോ കൂടെ അങ്ങ് പോകുമല്ലേ? എന്നെ ബാബാന്ന് വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവിടെ ചുമ്മാ ഇരിക്കും. ആര് ബാബാന്ന് വിളിച്ചാലും ഞാൻ അങ്ങ് പോകും. ശരി ശരി, വാ വാ. മക വരുത്താൻ വിളിച്ചതാണോ? ചെന്ന് പറഞ്ഞോട് കാര്യങ്ങൾ. എടാ നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോടാ? എടാ എനിക്കറിയാം. ഞാൻ ഇവളെ കല്യാണം കഴിച്ച് ഇവളെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ ചുവന്ന ചുരിദാറിട്ടവൻ ഇത്രേ ഉള്ളു കേട്ടോ. അപ്പൊ ഇവന്റെ അമ്മ ഇവനെ കൊണ്ട് പാളയിൽ കുളിപ്പിക്കാൻ വരും. ഇങ്ങനെ കുളിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു കുരങ്ങ് എടുത്തോണ്ട് ഒറ്റ ഓട്ടം. ഞാൻ പുറകെ ഓടി നോക്കിയപ്പോ കുരങ്ങ് ഒരു റബ്ബർ മരത്തിന്റെ മേളിൽ ഇവനെയും പിടിച്ചോണ്ടിരിക്കുക. ഞാനൊരു പഴം എടുത്ത് ഒരൊറ്റ എറി. ആ പഴം കുരങ്ങൻ തിരിച്ചെറിഞ്ഞു തന്നു. അതെന്നെ പഴം തിരിച്ചറിഞ്ഞേ? കുരങ്ങനെ മനസ്സിലായി ഒറിജിനൽ പഴം ഏതാണെന്ന്. അവസാനം പാടുപെട്ട് നിന്നെയും പിടിച്ചോണ്ടെങ്കിൽ വന്ന്. ഇല്ലെങ്കിൽ ആ കാട്ടിൽ കൂടെ വല്ല വള്ളിയിലും തൂങ്ങി നടക്കേണ്ടി വരാറുന്നട ഇറക്കാൻ നീ.
ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനെന്നാ പിടിച്ചോണ്ട് വന്നത് നിന്റെ അനിയനെയാണോ കൊരങ്ങനെയാണോ? നിങ്ങൾക്കറിയില്ല, അതോ ലോകത്തിൽ ഞാൻ അറിയപ്പെടുന്നത് ഡോഡ്. അതെന്തുവാ? എടാ, അതോ ലോകത്തിൽ ആദ്യമായി കാലുകുത്തിയ മലയാളിയാടാ ഞാൻ. എടാ, വാസ്കോഡ് ഗാമ കാല് കുത്തിയിട്ട് ഇത്രയും ബിൽഡപ്പ് ഇല്ല. ഒരു കൊച്ചു ബോംബെ കാല് കുത്തിയിട്ട് എന്തുണ്ടാ ഇത്രയും ബിൽഡപ്പ്? അങ്ങനത്തെ വർത്താനൊന്നും പറയണ്ട. വാസ്കോഡ ഗാമ എവിടെ കാലുകുത്തി എന്നൊക്കെ എനിക്കറിയാം. എന്നാ പറ, വാസ്കോഡ് ഗാമ എവിടെ കാല് കുത്തിയത്? ചാപ്പാട്. ഇനി ഇവിടെ സംസാരിച്ചാൽ നിന്റെ ഊപ്പാട് വരും. പോടാ, പോടാ, പോടാ അവിടെ നിന്ന്. എന്റെ ഊപ്പാട് വരുത്തുന്ന പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും നീ ഇവിടെ വന്ന് അവരെങ്ങനെയെങ്കിലും വക വരുത്തിയേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, കത്തി എടുത്തൊന്ന് വരട്ടെ. അതായിരിക്കും നല്ലത്. ഇന്ന് ഞാൻ എന്തായാലും കത്തി എടുത്തിട്ട് എന്തുവാണ് കിടന്ന് കാണിച്ചത്? എടാ, നമ്മൾ ശിവാനന്ദന്റെ മക്കളല്ലേ? അല്ല, ഡ്രാക്കുളയുടെ കുഞ്ഞാണോടാ? എന്റെ ചേച്ചി, ഇന്നലെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടറിന്റെ അടുക്ക് പറഞ്ഞു ശരീരത്തിൽ രക്തമില്ലെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് ടോപ്പ് അപ്പ് ചെയ്തതല്ലേ. എങ്ങനെങ്കിലും പെട്ടെന്ന് ഇയാൾ എന്തോട് മാറ്റി തരണം. എന്തെങ്കിലും വക വരുത്തിയേ പറ്റുള്ളൂ. നിന്നെ ഞാൻ ഉപദ്രവിക്കൂടാ. മാറിയല്ല അവിടെ നിന്ന്. മാറിയില്ലെന്നെങ്കിൽ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. അവിടെ നിന്ന് മാറിയിക്കാൻ. അങ്ങനെ മാറിയിക്കാനായിട്ട് പറ്റൂലടാ. എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ മാറി. എന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ മാറി നിൽക്കാൻ പറഞ്ഞാടാ ഞാൻ. ചേച്ചി എന്നെ ഉറുമ്പ് കടിച്ചു ചേച്ചി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ബോംബെന്ന് വന്ന ഗുണ്ടയാണോ അത് അലമാരിക്കത്തിരിക്കുന്ന ഉണ്ടയാണോ? ഇത്രയും ഉറുമ്പൊക്കെ കൊടിയാൻ ഒന്ന് പോ ചേച്ചി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ നമുക്ക് ഉപദ്രവിച്ചേ പറ്റത്തുള്ളൂ. എന്താ എന്തോന്ന്? ലക്ഷ്മണരേഖ. ഇതിനിപ്പുറം വന്നാ നിന്റെ ഞാൻ ഉറക്കും. എവിടെ പോന്നടാ? ട്രെയിനകത്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച വന്ന് അപ്പുറത്ത് നിന്ന് അളി ഉറക്കി തരാന്ന് പറഞ്ഞു. വെട്ടിക്കേറി ബീഫിന്റെ കൂടെ കൊടുക്കുന്ന പറഞ്ഞു. എന്നെ വെട്ടിക്കേറി കൊടുക്കും. എടാ, എന്നെ വെട്ടിക്കേറാൻ നിനക്ക് ഒരിക്കലും പറ്റത്തില്ലടാ. പറ്റത്തില്ല. കണ്ടാടാ ഇത്? പോത്തിന്റെ കണ്ണ. പോത്തിന്റെ കണ്ണല്ല, പിന്നെ CCTV. നീ എന്റെ രോമത്തിൽ തൊട്ടാൽ എല്ലാം ഇതിൽ പിടിക്കും. നിന്നെ അകത്താക്കുകയും ചെയ്യും. പിന്നെ നീ ജന്മത്തിൽ വെളിയിറങ്ങൂല. ജയിലിനകത്താണ്. എന്നെ ചേച്ചി അതിനകത്ത് CCTV സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഒരു കാര്യം കിട്ടെ, അവനെ വരക്ക് ഇപ്പുറത്തോട്ട് ഇറക്കി തരാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം ഞാൻ തീർത്തു തരാം. അതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കും നമ്മള്. ഒരു കാര്യം ചെയ്യും, ചേച്ചി അവനെ വശീകരിക്കും. ഒന്നാമത് ഞാൻ അന്ന് വശീകരിച്ചിട്ടാണ് ഞാനിപ്പോ കിടന്ന് അനുഭവിക്കുന്നത്. ആ പണ്ട് വശീകരിച്ച് എങ്ങനെ ഒന്ന് കാണിച്ചേ? ഇടില്ല. ഇതാണ് വശീകരണം. ഇതാണ് വേണ്ടത്. എന്നങ്ങോട്ട് വശീകരിക്കുക ചേച്ചി. പ്രിയനൊരാൾ ഇന്നു വന്നു എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദന തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദന തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ. ഇതായിരുന്നല്ലേ എന്നെ മയക്കി എടുത്തിട്ട് എന്നെ തട്ടാണ്ട പ്ലാൻ. അതൊന്നും ഇവിടെ നടക്കില്ല. ഇനി ഒറ്റ പണിയുണ്ട്. പോലീസ് പിടിക്കത്തില്ലേ? എടാ, ഞാൻ എന്റെ വസ്തു, എന്റെ സ്വർണം, എന്റെ വണ്ടി എല്ലാം വിറ്റ് ഞാൻ നിന്നെ പുറത്തിറക്കും. ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ ചേച്ചി ചെയ്യും. പക്ഷെ എന്നെ അധോലോക നായകനായിട്ടൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം. എങ്കിലും എനിക്ക് വാശി കയറൂ. ഞാൻ ചെയ്യാം. ബൂസ്റ്റപ്പ് ചേച്ചി. ഈ നിൽക്കുന്നത് ആരാന്നറിയാമോ? ഇവൻ ഇവിടെ വന്നതിന് ഒരു ദൗത്യമുണ്ട്. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ അവസാനിക്കാൻ പോവാ. ഇനി കാണാൻ പോകുന്നത് നിങ്ങളുടെ മരണമാണ്. ഏയ് അമ്മിണിക്കുട്ട, നീ കൊണ്ടുപോയി പള്ളക്ക് കയറ്റുക. ദൈവമേ, ഞാൻ അവിടുന്ന് ബോംബെയിൽ ഇവരെ കൊണ്ടുവന്നേക്കുന്നത് സ്വന്തം പള്ളെ കുത്തി ചാവാനാണോടാ? എന്റെ പൊന്നിയാ, ഒന്ന് സഹായിക്കേ. ഒന്ന് മനസ്സിലാക്കി ആ കുത്തി കിടക്കുന്നത്. ഇപ്പൊ നിനക്ക് സമാനായ എടി, ഇതാണ് പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത്, കൊടുത്താ കൊല്ലത്തൻ കിട്ടുമെന്ന്. ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാ മാറ്റമുണ്ട്. നല്ലൊരു ഉഗ്ര കൈയടി കേട്ടോ. നല്ലൊരു കൈയടി അറിയിക്കുന്നത് ഈ സമയത്ത് ആർട്ട് ടീമിന്, പ്രത്യേകിച്ച് ആ ഇറച്ചിക്കടലെ ഇറച്ചി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്പെഷ്യൽ കൈയടി നമ്മുടെ ആർട്ട് ടീമിന് കൊടുക്കണം. നസീർക്ക, എന്താ നമ്മൾ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല നല്ല തമാശകളും സ്കിറ്റുകളും. നല്ല 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ആ കറക്റ്റ് സാധനങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് ചിരിക്കാൻ കിട്ടിയില്ല. കൗണ്ടറുകളുടെ കുറവാണ്. നമുക്ക് ചിരിക്കാൻ കൗണ്ടറാണ് വേണ്ടത്. അത് ഇതിൽ കിട്ടിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ പറഞ്ഞ് മടുത്തുപോയി. രാജൻ പറയടാ. അല്ല, എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളോട് നമുക്ക് പറയുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട്. അപ്പം നിങ്ങളൊന്ന് കൂടിയിരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കണം. എന്താണ്
ഇതിനകത്ത് നിന്നൊന്നും മാറ്റം വേണ്ടതെന്നുള്ളത്. ഒരു നല്ല സ്കിറ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കറക്റ്റ് കൗണ്ടറും അതിനകത്ത് നല്ല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് അതിൻ്റെ കറക്റ്റ് സിറ്റുവേഷനും കൊണ്ടുവന്ന് അതിൻ്റെ കൗണ്ടറുകളാണല്ലോ നമുക്ക് വേണ്ടത്. അത് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണത്. നിങ്ങൾ അതിന് മിടുക്കന്മാരാണ്. നിങ്ങളുടെ ഒരുപാട് സ്കിറ്റുകൾ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരുപാട് ചിരിച്ചു. പക്ഷേ ഇപ്പോഴെന്തോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സ്കിറ്റിൽ നിന്ന് അങ്ങനെയുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്, എത്രയും വേഗം നിങ്ങളൊന്ന് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്തേ പറ്റൂ. എന്നാലേ ഇപ്പോഴും നിൽക്കുന്ന പിള്ളേരോടൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോറി ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, ഇന്ന് നിങ്ങൾ ഈ ഫ്ലോറിൽ നിൽക്കാനുള്ള കാരണം നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത സ്കിറ്റുകളുടെ നിലവാരം കൊണ്ടാണ് അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ലോട്ടറി എന്ന് പറയുന്നൊരു ഐറ്റം വളരെ ഗംഭീരമായിട്ട് ഇവിടെ തകർത്താടി നല്ല പ്രൈസ്, നല്ല മാർക്ക് മേടിച്ച് പോയതാണ്. അതിനുശേഷം ഹരിതകർമ്മസേനയുടെ ഒരു മതിലിനപ്പുറം നിന്നുകൊണ്ട് എനിക്കൊന്ന് കുമ്പാരി എന്ന് കണ്ണാടിയൊക്കെ വെച്ചിട്ട് സാധനം ചെയ്യുന്നു. അതിനുശേഷം ജിമ്മിൽ വന്നിട്ട് കുറേ ആക്ടിവിറ്റീസ് ചെയ്തു. നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഒരു ചിരിയുണ്ട്. അതായത് ജിമ്മിൽ അന്ന് ഈ വെയിറ്റ് എടുത്തുകൊണ്ട് ഓടി അങ്ങേയറ്റത്ത് പോയി കുറേ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വഴങ്ങുന്നൊരു സാധനം, അതിവിടെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി ചിന്തിച്ച് കുറേ കാര്യത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പരിപാടികൾ മൊത്തം മാറുന്നുണ്ട്. ആദ്യം നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യുക, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നമുക്കിത് പോരാ, ഇതിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു സാധനം നമ്മൾ തന്നെ വിലയിരുത്തണം. കാര്യം നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്, അതുകൊണ്ട് പറയുന്നത് പൊളിക്കണം കേട്ടോ. ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രജിതേട്ടാ? ഞാൻ ഒരു 3000 മാർക്ക് കൊടുക്കും. 3000 രൂപ. ഞാനൊരു 4000 രൂപ കൊടുക്കും. 7000 രൂപ ആയിട്ടുണ്ട് നസീർക്ക. ടോട്ടൽ ഒന്നും പറയാതെ ഇടുക. എമൗണ്ട് 10000 രൂപ. താങ്ക്സ് ബ്രദർ. അടുത്ത പ്രാവശ്യം കേട്ടോ ചേട്ടാ, വൈദ്യേട്ടാ, അടുത്ത പ്രാവശ്യം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കാൻ പോവാണ്. പിന്നെ വിളിക്കാം. കൊച്ചു പ്രതിഭേട്ടനുണ്ട്, കിഷോറേട്ടനുണ്ട്, കൂടെ വിൻലേട്ടനുണ്ട്. 3 പേർക്ക് സ്വാഗതം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയവനാ നീ. ആ ട്രിക്ക് നിനക്ക് എനിക്കൊന്ന് പറഞ്ഞു തന്നു എങ്കിൽ എൻ്റെ കയ്യിരിക്കുന്ന പൈസ എനിക്ക് 5 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാമല്ലോ. എൻ്റെ പാറേപ്പള്ളി മാതാവിനാണ് സത്യം. ആ ട്രിക്ക് നീ എനിക്ക് പറഞ്ഞു തന്നാ ഈ 1 രൂപയുടെ മെഴുതി മാറ്റിയിട്ട് നിനക്ക് 5 രൂപയുടെ മെഴുതി എത്തിച്ചേരും. ഉറപ്പാണ്. വെളിച്ചം കണ്ട് നിനക്ക് അങ്ങനെ ഇരിക്കാം. ഓക്കെ ആണല്ലോ? ഡീൽ ഉറപ്പിക്കാല്ലേ? പെണ്ണങ്ങരുത്. ഇത് ഓതി അണച്ചെന്താണെന്നറിയാമോ? ഈ ഒരു മെഴുതിൽ കൊണ്ട് എനിക്ക് 1 മാസം പിടിച്ചിരിക്കണം. ഇതെടുത്താ പൈസ പോവോ? ഹലോ ഹലോ, അമേരിക്കൻ ജോലി കുട്ടിയാണോ? മക്കളെ പെട്ടെന്ന് പറ, പൈസ പോകും, പെട്ടെന്ന് പറ. അപ്പച്ചന്റെ സൗണ്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. അത് മക്കളെ അടുത്ത് കടയെങ്ങാനും ഉണ്ടാ? ഉണ്ട്. അവിടെ ചെന്ന് ഒരു കവർ മേടിച്ചിട്ടേ നല്ലതുപോലെ പൊടിച്ചിട്ട് ചെവിയുടെ അടുത്ത് വെച്ച് കിലിക്കാൻ മതി. നല്ല സൗണ്ട് ആയിരിക്കും. എന്തോ നിന്റെ അച്ചപ്പത്തിന്റെ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അച്ചപ്പത്തിന്റെ അല്ലെന്ന്, പിന്നെ അപ്പച്ചന്റെ സൗണ്ട് കേൾക്കാൻ. നിങ്ങൾ അപ്പച്ചന്റെ സൗണ്ട് കേൾക്കാൻ നിൽക്കാതെ പൈസ കളയുന്ന ഫോൺ പേ ഇടാറക്കാം. ഞാനേ 10000 രൂപ വിലയുള്ള ഒരു ബ്ലാങ്കറ്റ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊറിയർ ഓഫീസിൽ പോയി വേണം. അത് പറ്റൂല. ഓട്ടോക്കൂലി കൊടുക്കാൻ എന്റെ 50 രൂപ ഇല്ല. 50 രൂപ ഞാൻ കളവില്ല. നീ പോടർക്കാൻ മാറി. എന്നാ പിന്നെ തിരിച്ചയച്ചേരെ. തിരിച്ചയക്കാൻ പൈസ ആവൂലേ? 600 രൂപ. എങ്കിൽ പിന്നെ അതവിടെ കിടന്ന് പുഴുക്കട്ട്. നീ പോടാ, ഫോൺ വെച്ചിട്ട് പോടാ. അല്ല പിന്നെ ദൈവമേ, സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ ചായ കൊണ്ടു തരാൻ. അന്നാമ്പോ എടി പെണ്ണെ, അന്നാമ്പോ അമ്മേ. അയ്യോ, വാകടന്ന് തുറക്കണ്ട, ഇന്നാ ചായ. അതല്ലേ പറയാൻ വന്നത്. അപ്പൊ അതും അങ്ങ് ലാഭിച്ചല്ലേ നിങ്ങൾ? എന്തോ ചായടി, നീ മണവും ഇല്ല, ഗുണവും ഇല്ല, ഒരു രുചിയില്ല. എങ്ങനെ മണം ഉണ്ടാവും? ആഴ്ചയിൽ ഒരു പാല് മേടിക്കും, ദിവസം 10 ചായയും കുടിക്കണം. ഒരു പാലിൽ 10ഓളം കയറ്റി ഇപ്പൊ ഈ കളറേ ഉള്ളൂ. പിന്നെ അച്ചായ എനിക്ക് നിനക്ക് വേണം. അതിനടുത്ത് കൂടി അതല്ല അച്ചായ, നമ്മുടെ മാത്തുക്കുട്ടിയുടെ മോളെ കല്യാണവും. പൈസ ഇല്ലാത്ത സമയത്ത് നീ എന്തിനു മത്ത് മേടിച്ച് മുളകിട്ട് വെച്ചത്? അയ്യോ അതല്ല, നമ്മളെ തോപ്പറത്തെ മാത്തുക്കുട്ടി ഇല്ലേ, അങ്ങേരുടെ മോളെ കല്യാണം വിളിച്ച് നമുക്ക് വല്ലതും കൊടുക്കണ്ടായോ? കൊടുക്കണം. എന്നാ കൊടുക്കാൻ പറ്റും? ഒരു കാര്യം ചെയ്, ഫോണിലെ ഇങ്ങനെ വിൽക്കുന്ന ലൗച്ചിനുണ്ടല്ലോ, അതൊരെണ്ണം അങ്ങ് തട്ടി വിട്ടുകൊടുക്കും. അപ്പൊ അവന് സന്തോഷമാവും, നമ്മുടെ കയ്യിലൊക്കെ കാശുമ്പോ ഒത്തിരി. ഇങ്ങനെ പിശുക്കനായ ഒരുത്തനാണല്ലോ തമ്പുരാനെ നീ എന്റെ തല കെട്ടി വെച്ചിരിക്കണത്. രാവിലെ തലയിൽ പശ വാരി തേക്കുന്നത്. തലയിലല്ലേ, നിങ്ങൾ അണ്ണാക്കിലാണ് പശ അയക്കേണ്ടത്. അതിലൂടെ പശുവും മാടൊന്നും ഇല്ലല്ലേ പിണ്ണാക്ക് മേടിക്കാൻ. ഇതൊക്കെ ആരോട് പറയാൻ? പിന്നെ അച്ചായ, പറ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ?
ഇന്ന് അച്ചായന്റെ ബർത്ത്ഡേ അല്ലേ? അതൊന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഒരു കേക്കൊക്കെ മുറിക്കണ്ടേ? കേട്ടില്ല. കേക്ക് കേട്ടില്ല. കേക്ക് കേക്കെന്ന് കേട്ടില്ല. ഇതൊക്കെ ആരോട് പറയാൻ? വെടി വെച്ചാ പോകാം. അവൾ പറഞ്ഞത് ഞാൻ കേട്ട്. ഞാൻ നൈസായിട്ട് അവളെ ഒന്ന് വലിപ്പിച്ചതാ. ഇല്ലെങ്കിൽ എന്റെ ഇരിക്കുന്ന 500 രൂപ മേടിച്ച് അവളെ കേക്ക് മേടിക്കും. അല്ല പിന്നെ കൊച്ചൗസേപ്പാന്നേ. കൊച്ചിനെ സോപ്പ് തേക്കാൻ വന്നെന്നാ? അല്ലെന്ന് കൊച്ചൗസേപ്പ് വരാൻ പറഞ്ഞായിരുന്നേ. കൊച്ചൗസേപ്പ് വരാൻ പറഞ്ഞാ നീ എന്തിനു വന്നത്? കൊച്ചൗസേപ്പിന് വന്നൂടെ? അല്ല, ഒരു കൈക്കാരൻ വേണമെന്ന് പറഞ്ഞില്ലാത്ത. നിന്റെ ചട്ടയും മുണ്ടങ്ങാനും കീറി കിടക്കുകയാണ്. അന്നിപ്പോ അങ്ങനെ ചോദിച്ചത്? രണ്ട് തയ്യക്കാരൻ വന്നിരിക്കുന്നു. അയ്യോ, അത് തയ്യക്കാരൻ മയ്യുന്നല്ല. നിങ്ങൾക്ക് ഒരു കൈക്കാരനെ വേണമെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തായിരുന്ന അതിന് വന്ന ആളാണ് ഇത്. എവിടുന്ന് വരുന്നേ? ഉമിളിന്ന് വരുവാ. നീ എന്നാടാ ബബിളാണാടാ? കൊമളയെന്ന് വരാൻ? കൊമളയല്ല, പിന്നെ ഉമിളിന്ന് വരുവാന്ന്. എന്നാ കാലിനെന്നാ പറ്റി? ഒന്നും പറയണ്ടോടാ. ഈ മെനക്കെട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു മുറ്റമൊക്കെ നല്ലവണ്ണം തൂത്തിടണേന്ന്. കാലില് മുള്ളു കൊണ്ടതാ. അത് ശരി, എന്റെ ചെരുപ്പ് മേടിച്ചിടാൻ പാടില്ലേ? നിന്റെ കണ്ണിൽ എന്താ കുരുവാണ്? ഞാൻ ചെരുപ്പിട്ടേക്കുന്ന കണ്ടില്ല. ദാണ്ട ബൈനോക്കുലറാ. എന്റെ അച്ചായ, മനുഷ്യനെ ഇങ്ങനെ നാറ്റിക്കാതെ നിങ്ങൾക്കൊരു 100 രൂപ ഒരു ചെരുപ്പ് അങ്ങോട്ട് മേടിച്ചിട്ടൂടെ? മെനക്കെട്ടവളെ നീ മുറ്റം തൂത്തിട്ടാലേ ആ 100 രൂപ എന്റെ ഇരിക്കൂലേ? ആ 100 രൂപ നമുക്ക് ലാഭിച്ചൂടേട്ടി. അല്ല പിന്നെ എടാ കൊച്ചെടുക്ക, നിനക്ക് ഇത് എന്തിനാണെന്ന് മനസ്സിലായാടാ? ചന്ദനത്തിരി കെട്ടി വെച്ചേക്കണത്. ചന്ദനത്തിരി കെട്ടി വെച്ചേക്കണ അല്ല, ഇത് ഞാൻ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പം മുറ്റം തൂക്കാനായിട്ട് മേടിച്ചെന്ന ചൂലാണ്. അന്ന് തൊട്ട് ഇത്ര ഉണ്ടായിരുന്ന ചൂല് തൂത്ത് തന്നെ ഇത്ര നീളമായി. എനിക്ക് ഒരു കാര്യം അറിയാവോ? അയ്യോ, അതെ അന്നാമച്ചി ഇവിടെ കിടന്ന് പുഴുവടിക്കണം. ഇത് പുഴുവരിച്ചൊന്നും അല്ല, ഇത്ര നീളമുള്ള തോല് വെച്ച് എനിക്കിപ്പോ ഇങ്ങനെ തൂക്കാൻ പറ്റൂ. ഞാൻ ടീച്ചർ രണ്ടു കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്റെ ഭാര്യ എങ്ങനെ? ബാലങ്കേനാരുടെ വീട്ടിലാണല്ലോ ദൈവമേ ഞാൻ ജോലിക്ക് അതല്ല അച്ചായ ചോദിച്ചത്. നിന്റെ ഭാര്യ നമ്മളെ പോലെയൊക്കെ പൈസയൊക്കെ സ്വരൂപിക്കുന്ന കൂട്ടത്തിൽ തന്നെയെന്ന്? അങ്ങനെയൊന്നുമല്ല, അവള് ഭയങ്കര ധാരാളിയല്ലേ. എങ്ങനെയാണ് അവള് ധാരാളിത്തം കാണിക്കുന്നത്? അവര് ഈ ഓറഞ്ച് ഒക്കെ മേടിച്ചിട്ട് തൊലിയൊക്കെ പൊളിച്ചങ്ങോട്ട് ചുമ്മാ കളയും. അപ്പൊ ഓറഞ്ചിന് തൊലി കൊടുത്തെങ്കിൽ നമുക്ക് അതും കൂടെ ലാഭമായ. എന്തായാലും ഇപ്പം കൊള്ളാം കേട്ടാടി. അപ്പൊ എവനെ നമുക്ക് ഇവിടെ ജോലിക്ക് എടുത്താല? അങ്ങനൊന്നും ഞാൻ ചാടിക്കറിയൊന്നും എടുക്കൂല. ഇപ്പൊ എല്ലാ പരിപാടിക്കും ഓഡിഷൻ നടത്തിയാണ് ആളിനെ എടുക്കുന്നത്. ഓഡിഷൻ നടത്തിയ ഞാൻ ഇവനെ എടുക്കൂ. ഞാൻ ഒരു 2-3 ചോദ്യങ്ങൾ അങ്ങോട്ട് നിന്നോട് ചോദിക്കും. ഉത്തരം നീ എങ്ങനെ പറയുന്നു അതനുസരിച്ചായിരിക്കും നിനക്ക് ഇവിടെ ജോലി. ഒന്നാമത്തെ ചോദ്യം, 50 രൂപ ഞാൻ നിന്റെ കയ്യിലോട്ട് തരുന്നു. നീ 1 മാസത്തേക്കുള്ള ഈ വീട്ടു സാധനങ്ങൾ മേടിച്ചോണ്ട് വരണം. പറ്റുമോ? എത്ര തരും? 50 രൂപ. 50 രൂപ 1 മാസം കഴിഞ്ഞിട്ട് വന്നാ മതിയോ? എന്തിന്? ഞാൻ ഈ 1 മാസം വല്ല കൂലിപ്പണിക്കും പോയിട്ട് ആ കാശും കൊണ്ട് വീട്ടിലേക്ക് വല്ല മേടിച്ചോണ്ട് വരാം. അല്ലാണ്ട് 50 രൂപയ്ക്ക് കോപ്പ് കിട്ടും, കോപ്പ്. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിന് ഇവനെ ഇഷ്ടപ്പെട്ടടി. ഇവൻ വന്നു കയറിയ നല്ല ഐശ്വര്യമായിട്ടാ. ഇനി നമുക്ക് ഇവിടെ പൈസ വച്ചടി വരവാരി. പൈസ വന്ന് കുമിഞ്ഞ് കയറാ ഇവൻ തോന്ന് പച്ചക്കുതിരയെ കാണുവാണെന്ന്. അസ്ഥാനത്തളിഞ്ഞ കോമഡി അടിച്ചിട്ട് പോണ പോക്ക്. കൊച്ചിറക്ക, നീ രാവിലെ വല്ലതും കഴിച്ചാ? അമ്മാണ് അച്ചായ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കരുത്, വണ്ണം വയ്ക്കും. അയ്യോ, എന്നാലും ചോദിക്കുകയാണ്, നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? പൊറോട്ട ഇറച്ചിയും കിട്ടിയാൽ നല്ലതായിരുന്നു. നല്ലതാണല്ലേ? എന്നാമോ കൊച്ചൗസേപ്പിന് പൊറോട്ടയും ബീഫും കൊണ്ട് കൊടുക്കുക. അച്ചായനൊന്നും വേണ്ടായോ? എനിക്ക് പതുപോലെ ചപ്പാത്തിയും ചിക്കനും മതി. അയ്യേ, ഇതന്നെ കഞ്ഞിയാ? എടാ, കഞ്ഞിയിൽ അങ്ങോട്ട് തുടങ്ങ്. പുറകെ ഓരോ സാധനങ്ങൾ വരും. അതെ, എന്റെ അന്നാമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാണ്ടല്ലോ, ബീഫൊക്കെ നീ ഒന്ന് തിന്ന് നോക്കണം. എന്നാ രുചിയാണെന്ന് അറിയാവോ? പിന്നെ ഇന്ന് നീ തിന്ന ഊപ്പാട് വരും. കൊണ്ടുവരും അമ്മ. മറ്റേതൊരു ബീഫ് അവനും പോയി. അതാണ്ട അമ്മ. എന്നാടി എന്നമ്മ ഇത്? കുരുമുളകിട്ടങ്ങ് വറച്ച് വെച്ചേക്കല്ലേ? എന്നാ ബീഫാ ഇത്? കുരുമുളകിട്ട് വരട്ടിയ ബീഫ്. നീ എല്ലില്ലാത്ത കഷ്ണം നോക്കി 2-3 തിന്ന്. കൂടുതൽ കഴിക്കണ്ട, കൊളസ്ട്രോള് വരും. പിന്നെ നീ ഇന്ന് വന്നത് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടോ? ഇന്ന്
എന്റെ ചാച്ചന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അച്ചായൻ ഇന്ന് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കാശ് വല്ല അടിച്ചു മാറ്റി വല്ലതും മേടിച്ചു വെച്ചാൽ മതി. അച്ചായന്റെ എന്റെ കാശൊന്നും ഞാൻ എടുത്തില്ല, എന്റെ പൈസ കൊടുത്ത് തന്നെ ഞാൻ മേടിച്ചത്. ആണല്ലോ. ഓ അത് ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. അവളിങ്ങനെക്കാണെങ്കിലേ എന്നെക്കാളും വലിയ പിശുക്കിയ. ഞാൻ അവളുടെ അടുത്തത് പറയൂല, അവൾക്ക് ഭയങ്കര ഗമയായിരിക്കും. നീ കേട്ടിട്ടില്ലേ, പിശുക്കനാണെങ്കിലും ഞാൻ ഈ പൈസയൊക്കെ സമ്പാദിച്ചോക്കുന്നറിയാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? എന്റെ അച്ചായന്റെ പണത്തിന് മീതെ പറഞ്ഞ ആ പരുന്തിന്റെ കണ്ണി ഞാൻ തെറ്റാലും അടിച്ചിടും. അതിനെ പറ്റി നീ പറഞ്ഞപ്പോ എനിക്ക് രോമാഞ്ചം കൊണ്ട്. അയ്യോ അച്ചായ, ഇതാ അച്ചായന് ഞാൻ മേടിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്തോ നാട്ടി ഇത് നല്ല ഒന്നാം തരം ഒരു മെത്ത. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് എന്തിനാടി ആവശ്യമില്ലാതെ മെത്തയൊക്കെ മേടിച്ചത്? കയ്യിലിരിക്കുന്ന കാശൊന്നും പോയില്ല. അച്ചായൻ പറഞ്ഞു ഇതിന് എത്ര രൂപയായി കാണും? എന്റെ നോട്ടപ്രകാരം ഇതൊരു 4500 രൂപയായി കാണും. അത്രയൊന്നും ആയില്ല. പിന്നെ 5000 അല്ലെന്ന്, പിന്നെ 500 രൂപ. ചുമ്മാ കള്ളം പറയാതെ കിട്ടത്തില്ല. ഒരു 5000 രൂപ ഉറപ്പാ. എന്റെ അച്ചായ ഇവിടെ ഒരാള് മെത്തയായിട്ട് വന്ന് 500 രൂപയും കൊടുത്ത് നമ്മൾ അകത്ത് കിടന്ന പഴയ മെത്തയും കൂടെ എടുത്ത് ഞങ്ങൾ കൊടുത്തപ്പോ പുതിയ മെത്ത തന്ന്. എവിടെ കിടന്ന പഴയ മെത്ത? അച്ചായന്റെ റൂമിൽ കിടന്ന മെത്ത. എന്റെ പാറപ്പള്ളി എന്നാ പറ്റി അച്ചായ? എന്നാ പറ്റി? എന്നാ പറ്റി? ഇത്രയും കാലം ഞാൻ ഊറ്റുറുമ്പി സമ്പാദിച്ച പൈസ എല്ലാം ആ മെത്തയ്ക്കകത്താണ് വെച്ചിരുന്നത്. ഈ സാമദ്രോഹി ഒറ്റയടിക്ക് നശിപ്പിച്ചില്ലേടാ. എന്റെ പൊന്നു കർത്താവ് തമ്പുരാനെ, എന്റെ ഉടനോടൊക്കെ വെള്ളട്ടെടുക്കണ്ടേ അച്ചായ? ഈ അവസരത്തിൽ ചോദിക്കാവോന്ന് അറിഞ്ഞൂടാ, മോളോട്ട് പോവാ അച്ചായ എന്നൊന്ന് റോക്കറ്റ് വല്ലോണാ. എന്തിനാ അച്ചായ ഇപ്പൊ അടിച്ചത്? ഞാനിപ്പൊ ഈ അടി ഇവിടെ അടിച്ചില്ലെങ്കിലേ ഇതിന്റെ ക്ലൈമാക്സ് ഇപ്പോഴും നടക്കൂല. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. നല്ലൊരു അപ്പാപ്പനും നല്ലൊരു അമ്മാമയും നല്ലൊരു കൈക്കാരനും നല്ലൊരു ഗൈഡി. ചേട്ടാ ജീവ പറഞ്ഞ പോലെ നല്ലൊരു അപ്പാപ്പൻ, നല്ലൊരു കൈക്കാരൻ, നല്ലൊരു അമ്മാമ. സംഭവം നിങ്ങളുടെ ക്യാരക്ടർ ബേസ് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് ഇത്തിരി സീരിയസ് ആയിപ്പോയി. ആ ഇരുന്നുള്ളൊരു കളിയിലേക്ക് വന്നപ്പോൾ ആ സാധനം ഒരു പ്ലേ ആയി വന്നില്ല, ഭയങ്കര സീരിയസ് ആയി പോയി തോന്നി. അങ്ങനെ കിഷോണ്ട് തോന്നിയത് അതൊരു ആണോ? ശ്വാസമുട്ടുണ്ടല്ലേ? റെസ്റ്റ് എടുക്കണോ? 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണോ? ഇല്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ടോട്ടലി അങ്ങനെ ഒരു പരിപാടിയിലേക്ക് വന്നപ്പോൾ അതിനൊരു സീരിയസ്നെസ് ആയിപ്പോയി. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൗണ്ടർ പരിപാടിയിലേക്ക് വരാതെ ഇപ്പം വില്ലാനിലും വന്ന് സംസാരിച്ച് പോകുന്നു, പ്രദീപ് വരുന്നു. എൻ്റെ ത്രെഡ് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് നല്ല ക്ലൈമാക്സ് പരിപാടികളായിരുന്നു. പക്ഷേ കളിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സാധനമായിരുന്നു. നിങ്ങൾ കളിച്ച് സീരിയസ് ആയിപ്പോയി. നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഡ്രാമ ലെവലിലേക്ക് എല്ലാവരും കഥാപാത്രങ്ങൾ അങ്ങ് നന്നാക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് മാത്രം ഉള്ള സംസാരം പോലെ എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കോമഡി ഹ്യൂമർ കുറഞ്ഞു പോയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷുബായ്, പ്രദീപ്, വിനില, ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല തുടക്കമായിരുന്നു. കാരണം നല്ലൊരു ക്യാരക്ടറായിരുന്നു ഷുബായ് ചെയ്ത ക്യാരക്ടർ. അതുപോലെ തന്നെ എൻ്റെ ക്ലൈമാക്സും, കാര്യം ഇത്രയധികം പിസിക്കുന്ന ഒരാളുടെ പൈസ മുഴുവൻ ബെഡിനകത്ത് വെക്കുന്നത് പെമ്പറന്നോത്ത് എടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു നല്ല തോട്ടാണ്. പക്ഷെ അതിന് ഇൻ ബിറ്റ്വീൻ കാര്യങ്ങളിലൊന്നും നമുക്ക് തമാശ ഫീൽ ചെയ്തില്ല. പിന്നെ ഒന്ന് ഇളകിയത് പ്രദീപിൻ്റെ എൻട്രിയിലാണ്. പ്രദീപ് എൻട്രി വന്ന് തുടക്കമൊക്കെ നന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രദീപും സീരിയസ് ആയിപ്പോയി. ഇല്ല, നമുക്ക് ചിരി വരുന്ന പരിപാടികളൊന്നും വളരെ കുറവായിരുന്നു. അതാണ് തോന്നിയത്, അതുകൊണ്ടാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ഗംഭീര ചിരികളും കാര്യങ്ങളുമായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, അല്ല, ഇത് വിഷ്വലി നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ നമ്മളൊരു കോമഡി പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ഒരു ഫീൽ എടുക്കാൻ ഒരിക്കലും പറ്റൂല. നമുക്ക് മേലായിരുന്നു അല്ലെങ്കിൽ റിഹേഴ്സൽ എടുക്കാൻ സമയമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കഥയില്ല. നമുക്ക് വേണ്ടത് ചിരിപ്പിക്കുക തന്നെ ചെയ്യണം. അപ്പം അത് ഒരു ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. ഒന്നാമത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, എങ്കിലും പറയുവാണ്. പക്ഷെ അത് പോരാ നമുക്ക്. താങ്ക് യു നസീർക്ക. മാർക്സ് പിന്നെ പ്രചോദനം. ഞാൻ ഒരു 4000 മാർക്ക്. 4000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 3000 രൂപ. 3000 രൂപ. നസീർ ടോട്ടൽ എമൗണ്ട് 10000 രൂപ. അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വാ. അത് കേട്ടാ കേട്ടാ പിന്നിലേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയില് ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പിന് ശേഷം 3 ചെറുതുകൾ തിരിച്ചു വരുന്നു. അവരൊരു ടീമായിട്ട് ഒരു ഉഗ്ര സ്കിറ്റുമായിട്ട് വരാൻ പോവാണ്. വരുന്നത് അനിരുദ്ധുണ്ട്, അനോഷ്മയുണ്ട്, ശ്രീ പാർവതിയുണ്ട്. 3 പേർക്ക് നല്ലൊരു കൈഡി. You only live once. You got to do dance.
കുഞ്ഞിലെ ഞാൻ പറയുമായിരുന്നു മറുനാട്ടിൽ വന്നാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പൊ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇനി ബോംബെ വരെ വന്നത്. ശോ, അതൊക്കെ ഒരു കഥ. ഹലോ, ഞാൻ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ആ പിന്നെ ഈ കോള് കട്ടായി കഴിഞ്ഞാൽ എന്നെ വിളിച്ചാ കിട്ടത്തില്ല. ഞാനേ ഈ സിം എടുത്ത് അങ്ങ് വിഴുങ്ങാൻ പോവാ. ശരി ശരി, ഒരു ചായ. സാറിനൊരു ചായ. ഇത്തിരി പെട്ടെന്ന് വേണേ, തിരക്കുണ്ട്. അയ്യോ അച്ഛൻ, എന്റെ അച്ഛല്ല അമ്മായി അച്ഛൻ, ഞാൻ ഇങ്ങനെ എന്തിനു പറയുന്നെല്ലാം പൊളിയോ എന്റെ ദൈവം. ഇതുവരെ ചായ റെഡി ആയില്ലേ? അയ്യോ, ഐഡിയ ഐഡിയ ഐഡിയ. ചായ പിടിക്കട്ടെ. ചേട്ടാ ചായ. താന്നിനാടോ മുഖം മറച്ചിരിക്കുന്നേ? ഞാൻ എന്നെ പെണ്ണ് കാണാൻ വന്നൊന്നും അല്ലല്ലോ. ചായ കുടിച്ചിട്ട് പോവാൻ നോക്കി, ഇവിടെ ഗുണ്ടയുണ്ട്. ആ എങ്കിൽ ഒരുപാട് മൊരിയാത്ത നോക്കി ഒരെണ്ണം ഇങ്ങ് എടുക്ക്. എന്താന്ന്? ബോണ്ട. എടോ ബോണ്ടയല്ലെന്ന്, ദാദയുണ്ട്. പിന്നെ ഈ സ്ഥലം അത്ര ശരിയല്ല. അതിനാ സ്ഥലം വാങ്ങാൻ വന്നല്ല. കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഹാജി മത്താൻ വരും. പുള്ളി വന്നു കഴിഞ്ഞാ പിന്നെ ചോര പുഴ ഒഴുകും. എന്റെ ദൈവമേ, നാട്ടിൽ നിന്ന് ഇത്തിരി രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് വന്ന. അപ്പൊ ഇവിടെയും കുറെ ഗുണ്ട ഉണ്ടേക്കെ. ഞാൻ പോണേ. ഭാഗ്യം, ആ വിചാരിച്ചിന്നെല്ലാം പൊളി വന്നു. ആ വന്നിട്ട് പോയത് ആരെന്നറിയാമോ? എന്റെ ഒരേ ഒരു അമ്മായിയപ്പൻ തന്റെ മോളെ ഒന്നെങ്കിൽ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. എന്റെ ഭാഗ്യത്തിന് അങ്ങേരി പോയി. അതെ, ചായക്ക് എത്ര രൂപയായി? 10 രൂപ ചേട്ടാ. യു സുരേഷ് കൃഷ്ണ, എന്റെ മരുമകൻ. നീയല്ലേടാ നാട്ടിൽ പറഞ്ഞ നിനക്ക് ബോംബെയിലെ രത്നചന്ദ്രന്റെ ബിസിനസ് ആണെന്ന്? ഈ കിടക്കണ തീക്കട്ടയാണോടാ നിന്റെ രത്നചന്ദ്രൻ? എന്റെ മോളെ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് അവ ഈ ചായക്കടയിൽ ചായടിയാണോടാ നിന്റെ ബിസിനസ്? അതെന്താ ബിസിനസ് അല്ലേ? എന്റെ മോള് ഞാൻ രാവെന്നോ പകലെന്നോ അറിയിപ്പിക്കാതെ പഠിപ്പിച്ചതാ. എന്റെ മോള് ഓട്ടത്തില് ചാട്ടത്തിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. അത് ശരിയാകട്ടോ, ചാടാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്റെ കൂടെ ചാടി വന്നത്. അവളെയല്ലേ നീ ഇവിടെ കൊണ്ടിട്ട് നരകിപ്പിക്കുന്നത്? ഒരുമാതിരി വർത്താനം പറയരുത്. ഞാൻ ഇവിടത്തെ പുകയും ചൂടൊക്കെ കൊള്ളുമെങ്കിലും എന്റെ ഭാര്യ ഞാനത് കൊള്ളിച്ചിട്ടില്ല. എനിക്ക് കാശൊരു വിഷയമേ അല്ല അവൾക്ക് വേണ്ടി ചെലവാക്കാൻ കേട്ടോ. ഞാനിപ്പോ അവക്കൊരു വലിയ പീനട്ട് കമ്പനി ഇട്ടുകൊടുത്തേക്കുവാ. അവളിപ്പോ ഇതിന് MD യാ. കപ്പലിന്റെ 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 ചേച്ചി കപ്പലിന്റെ വേണം. 10 രൂപ എടുക്കട്ടെ? എങ്ങനെ വാങ്ങിക്കാൻ? വായിക്കാതെ മുറുക്കാൻ വെച്ചോണ്ടിരിക്കുവില്ല. കപ്പലിന്റെ 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 വരണു എല്ലാം തുലച്ച്. ചേട്ടാ കപ്പലിന്റെ വേണോ? ചൂടുള്ളാണെങ്കിൽ ഒരു 10 രൂപ എടുത്തോ. ചേട്ടാ മോളെ പാർവതി, അച്ഛാ നീ എന്താടി ഈ കോലത്തില്? എനിക്കിവിടെ കപ്പലിന്റെ കച്ചവടം അച്ഛാ. നീയല്ലേടാ പറഞ്ഞ ഏതോ വലിയ പീനട്ട് കമ്പനിയിലെ MD ആണെന്ന്? അതെ, ഞാൻ പറഞ്ഞാൽ എന്താ കുറ്റം? പീനട്സ് എന്ന് വെച്ചാൽ എന്തോന്നാ? കപ്പലണ്ടി. അതല്ലോ, അവള് ഇപ്പൊ എന്തുവാ ഇരിക്കുന്നത്? കപ്പലണ്ടി. അപ്പൊ പിന്നെ അവള് കപ്പലണ്ടിയുടെ ഓണർ അല്ലേ? അവള് പീനട്സ് കമ്പനിയുടെ ഓണർ അല്ലേ അവള്? നീയല്ലേ പറഞ്ഞ ഇവക്ക് വേണ്ടി പീനട്സ് കമ്പനി ഉള്ളങ്ങ എത്ര ലക്ഷം നീ ചെലവാക്കിയെന്ന്? പിന്നെ അല്ലയോ, 3 കൂട്ട മണലിലും ഒരു ചീനച്ചട്ടിക്ക് എത്ര രൂപയാണെന്നാ വിചാരം? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുവോ അത്? ഞാൻ എന്തോ കഷ്ടപ്പെട്ട് അതൊന്ന് സെറ്റാക്കി കൊടുത്തു. എന്നാലും എന്റെ കൊച്ചിന്റെ ഒരു അവസ്ഥ. എന്റെ പൊന്നച്ഛ, അച്ഛൻ ഇപ്പൊ എന്തേലും പറയാനുണ്ടോ? അച്ഛൻ ഇപ്പൊ എന്തേലും പറയാനുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. നിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയാടി. എന്ത് കണ്ടിട്ടാടി നീ ഇവന്റോട് ഇറങ്ങി വന്നത്? ചേട്ടന്റെ ചായടി. ആക്ടർ വിജയ് വരെ ചേട്ടന്റെ ചായ കുടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ അങ്ങനെ ഇപ്പൊ അഭിനയം നിർത്തിയിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത്. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോ. ഇതൊന്നും അല്ലെന്നേ, ഉച്ച സമയത്തൊക്കെ ബീച്ചിൽ ചെല്ലണം. ഇവൾ ഉച്ചയിൽ വെയിലടിച്ച് എന്തോ ഇരുപ്പായിരിക്കുന്നത്. നിനക്കൊരു നല്ല തുണിയെങ്കിലും വാങ്ങിച്ചിട്ടൂടെ മോളെ? ഓ പിന്നെ കപ്പലണ്ടി കച്ചവടക്കാരി ഇപ്പം പട്ടുതാരി കൊടുത്തോണ്ട് കപ്പലണ്ടി 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 എന്ന് പറഞ്ഞോണ്ട് നടക്കാം. അങ്ങനെ നടന്ന ആരേലും മേടിക്കു വച്ചാ? അല്ല, അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ ബിസിനസ് ടൂറിന്റെ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാ. അച്ഛന്റെ പൊന്നച്ഛ, ഞങ്ങൾ അറിഞ്ഞു അച്ഛന്റെ ചിട്ടി കമ്പനി പൊട്ടി. നാട്ടുകാരെല്ലാരും കൂടെ അച്ഛനെ മേഞ്ഞപ്പം അച്ഛൻ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി ഇങ്ങോട്ട് വന്ന കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. നമ്മള് നേരെ വഴി കൂടെ ഉണ്ടാക്കുന്ന കാശേ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. അല്ലാതെ ഏത് വഴി കൂടെ നമുക്ക് കാശ് കിട്ടിയാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അച്ഛാ. ഇനി എന്താണ് അച്ഛന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി എന്തായാലും നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാ പിന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്യും,
ഇത്രയും നാൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയല്ലേ നമ്മളെ കടയിൽ ക്യാഷ്യർ ആയിട്ടിരുന്നോ? വേണ്ട മക്കളെ, ഇത്രയും നാള് കാശുണ്ടായിട്ട് തന്നെ അച്ഛൻ ഇതിന് മനസമാധാനം ഇല്ലാത്ത ഒരു ഓട്ടോ വരുന്നു. ഇനിയെങ്കിലും എനിക്ക് ഇത് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. നീ അല്ലേ ഈ കടയിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത്? നീ തന്നെ അങ്ങ് ചെയ്തോ ക്യാഷ്യർ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ജോലി ചെയ്ത് ആ സമ്പാദ്യത്തിൽ ഉണ്ട് ഞാൻ ഇവിടെ ജീവിച്ചോളാം. അച്ഛനൊരു സ്പെഷ്യൽ ചായ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അച്ഛന് നമ്മളോട് കൂടിയല്ലോ. കൂടി. ഓക്കെ. ഈ ചായവാലയ്ക്കും ടീമിനും നല്ലൊരു കൈഡി. കറക്റ്റ് ലുക്ക് ഏതാണ്ടൊക്കെ അതേപോലെ. ഷാജു ചേട്ടാ, മക്കളെ നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ഗെറ്റപ്പിൽ വന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, അനിരുദ്ധ ഒഴിച്ച് രണ്ടുപേരും പുതിയ ആൾക്കാരല്ലല്ലോ. പിന്നെ എന്താണ് മക്കളെ, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ ഇന്ന് മൊത്തത്തില്? അല്ല, കൺഫ്യൂഷൻ ആയി പോയി. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് നമ്മുടെ ഫ്ലോർ അല്ലേ കേട്ടോ. ഇവിടെ എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിയ അങ്കിൾമാരത് പറഞ്ഞു തരും. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളത് ബെറ്റർ ആക്കുന്നു, അടിച്ച് പൊളിക്കുന്നു, പൈസ മേടിക്കുന്നു, ഹാപ്പി ആവുന്നു, പോകുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല തമാശകളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. നസീർക്ക, കുഴപ്പമില്ല മക്കളെ, ഈ പറയുന്ന ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അഭിനയത്തിൽ വരാൻ പാടില്ല. ഇപ്പം അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമുണ്ട്. ചെറിയ മക്കളല്ലേ, 3 പേർക്ക് നല്ല കാലിബറുള്ളവരാണ്. ആരും മോശക്കാരൊന്നുമില്ല അല്ലേ ഷാന? പിന്നെ തീർച്ചയായും മിടുക്കന്മാരും മിടുക്കുകയാണ്. അപ്പൊ അടുത്ത വർഷം നന്നാക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അനിരുദ്ധേ, അനോഷ്മ, ശ്രീപാർവതി നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങൾ പ്ലേ ചെയ്തു. പിന്നെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എടുത്താൽ പോകാത്തൊരു ഗംഭീര സബ്ജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? കാര്യം അതിനകത്ത് ഹാപ്പിനെസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അച്ഛൻ മകളെ കാണുന്നു. ഞാൻ ഓർത്തിന് അനോഷ്മ പെട്ടെന്ന് ഈ മകളെ കണ്ടതിൻ്റെ ഫീലിലാണ് പെട്ടെന്ന് ഡയലോഗ് മറന്നുപോയത്. കാര്യം അപ്പോൾ പാട്ടിടുന്നു. നല്ല ഫീൽ പരിപാടികളായിരുന്നു. 3 പേർക്കും ചക്കരയുമ അടിപൊളി. താങ്ക് യു പ്രജോദ് ചേട്ടാ. അപ്പോ ചായവാലയുടെ പൈസ അല്ലേ? പിന്നെ ഓക്കെ, ഞാനൊരു 5000 കൊടുക്കുക. നസീർക്കയുടെ വക 5000 രൂപ. ഷാജു ചേട്ടാ, ഞാൻ കുറയ്ക്കുവോ? ഞാനും ഒരു 5000 രൂപ കൊടുക്കും. ടോട്ടൽ 10000 രൂപ. പ്രജോദ് ചേട്ടാ, പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 15000 രൂപ. അടിപൊളി. അപ്പൊ ഇതുപോലെ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കുറെ പൈസ വാങ്ങിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ ബൈ. സമയം കഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. വളരെ വേഗമാണ് ഇപ്പൊ സമയം പോകുന്നത്. സ്കിറ്റ്, വർത്തമാനം, ചിരി, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് സമയം പോകുന്നു. നേരത്തേക്കാളും പെട്ടെന്ന് സമയം പോകുന്നു. ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. തീർച്ചയായിട്ടും പോവാം. ഇവർക്ക് നമുക്കൊരു നല്ല ഗൈഡ് കൊടുക്കണം. ഇവര് മൂവാറ്റുപുഴ നമ്മുടെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഫിജി കാട്ടുന്ന വന്ന ഫാമിലിയാണ്. എല്ലാവരും ഉഷാറായിരുന്നു. അപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഒരുപാട് ചിരിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകളും അടിപൊളി മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.